പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 67 യേശു 12 ശിഷ്യന്മാരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? യേശു ഇത് ചോദിച്ചതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇത് യേശു പറഞ്ഞപ്പോൾ യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. അത് അവരെ അസ്വസ്ഥരാക്കി. ഈശോ തൻ്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷിക്കാൻ അവർക്ക് നൽകുന്നത് എന്നാണ് അവർ ചിന്തിച്ചതും ചോദിച്ചതും. യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യേശു ഇത് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർ യേശു പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് യേശുവിനെ വിട്ടുപോയി. പിന്നീട് അവർ യേശുവിനെ അനുഗമിച്ചില്ല. യേശു അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തില്ല. യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് യേശു പിന്മാറിയതും ഇല്ല. യേശു പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണെന്നും അതങ്ങനെ തന്നെ സംഭവിക്കണം എന്നും യേശു പറഞ്ഞു. യേശു 12 ശിഷ്യന്മാരോടുമായിട്ട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു തൻ്റെ അന്ത്യത്താഴ സമയത്ത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയായി തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മോട് ഒപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ ഇന്നും യേശു ജീവനോടെ വസിക്കുന്നു. യേശുവിൻ്റെ ശരീരരക്തങ്ങൾ യോഗ്യതയോടെ നാം സ്വീകരിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ രഹസ്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണം. നിത്യജീവൻ്റെ വചനം എന്ന് പറയുന്നത് യേശു പറഞ്ഞ ഈ സത്യമായ വാക്കുകളാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് നിത്യജീവൻ ഉള്ളത്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. യേശു ദൈവപുത്രനാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ദിവ്യരഹസ്യങ്ങളുണ്ട്. മനുഷ്യനായി പിറന്ന ദൈവപുത്രനാണ് യേശുക്രിസ്തുവെന്നും മനുഷ്യവംശം മുഴുവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി പാപപരിഹാര ബലിയായി യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു എന്നും 3-ാം ദിവസം ഉയർത്ത് എഴുന്നേറ്റു എന്നും 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് 2000 വർഷങ്ങളായി നമുക്ക് വേണ്ടി കരുണ ലഭിക്കാൻ വേണ്ടി പിതാവിനോട് മാധ്യസ്ഥം വഹിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നത്, ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം എന്താണ് ചെയ്തത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 അതാണ് കാണുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശുവാണ് നമ്മുടെ രക്ഷകനും നാഥനും. യോഹന്നാൻ 6:27 യേശു പറഞ്ഞു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. നാം അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടിയാണ് അനുദിനം അധ്വാനിക്കേണ്ടത്.
യോഹന്നാൻ 14:18 യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. തുടർന്ന് യേശു പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഭൗതിക കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം വന്നു കഴിയുമ്പോൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും കഴിയും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.